എല്ലാവരും നേരിട്ട് വരേണ്ടതില്ല. കാരണം ഇവിടെ തന്നെ കാണാൻ പറ്റും, കുറേ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇല്ല ഇങ്ങോട്ട് നേരിട്ട് ഹാജരാകാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ പേഴ്സണൽ അപ്പിയറൻസ് ഡിസ്പെൻസ് ചെയ്യാം. അത് AERO അത് തീരുമാനിക്കും. നേരിട്ട് വരണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അത് AEROയുടെ തീരുമാനമാണ്, ഇല്ല EROമാരുടെ തീരുമാനമാണ്. അതനുസരിച്ചാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് സൗകര്യമുണ്ടായിരുന്നു, നോട്ടീസ് വന്ന സ്ഥിതിക്ക് നേരിട്ട് വന്നിട്ട് ഇവിടുത്തെ ഇവരുടെ ഒരു പ്രൊസീജിയർ കൂടി നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പിന്നെ നേരിട്ട് വരേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. അത് AEROമാരാണത് അങ്ങനെ കേസ് ബൈ കേസ് നോക്കിയിട്ട് അവർ തീരുമാനം എടുക്കുന്നത്. സോ നമ്മൾ നേരത്തെ ASDയുടെ ലിസ്റ്റ്, അതായത് ആബ്സെൻറ്റ്, ഷിഫ്റ്റ്, ഡെത്ത് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും നമ്മൾ കൈമാറിയിട്ടുണ്ട്. നമ്മുടെ വീക്ക്ലി മീറ്റിംഗ്സിൽ നമ്മളത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്സ് നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ നമ്മൾ എല്ലാ പഞ്ചായത്തിലും അർബൻ ലോക്കൽ ബോഡീസിലെ ഓഫീസസിലും അങ്ങനെ പ്രസിദ്ധീകരിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ മുതൽ തന്നെ ഉണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പൊതുവായിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് കമ്മീഷൻ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാഹചര്യത്തിലെല്ലാം എല്ലാ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് അടക്കം നമ്മൾ കൈമാറിയിട്ടുമുണ്ട്. പിന്നെ പുതിയതായിട്ട് ഏതെങ്കിലും നിർദ്ദേശം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒന്നും വിവരം വന്നിട്ടില്ല. അതെ, പ്രൊസീജിയർ നമ്മുടെ എല്ലാ സ്റ്റാഫ് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ജില്ലാ തലത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവരുടെ മുൻപാകെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വളരെ ഈസി ആയിട്ട് ഉള്ള പ്രൊസീജിയറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അപ്ലിക്കൻറ്റിന് ഏകദേശം ഒരു 2-3 മിനിറ്റ് എടുക്കാൻ സാഹചര്യമുള്ളൂ. സോ കൃത്യമായിട്ട് എല്ലാവരുടെ ഒരു സഹായത്തോടു കൂടി നമുക്ക് ഈ ഹിയറിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 14-ാം തീയതി വരെയാണ് ഒരു അവസാനം ഘട്ടമായിട്ട് നമുക്ക് കമ്മീഷനുടെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിലും നമുക്കൊരു 7-ാം തീയതി 10-ാം തീയതി ഫെബ്രുവരിയുടെ മുൻപ് തന്നെ നമുക്ക് മൊത്തം പ്രക്രിയ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് എല്ലാ ഹിയറിംഗ് ചെയ്യാനും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാതെ രീതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഇലക്ഷൻ കമ്മീഷനുടെ ഭാഗത്തിനും ഇതുവരെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ലഭിച്ചിട്ടില്ല. ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം നമ്മൾ നടപ്പിലാക്കും. അത് നല്ല ശതമാനം ഫോം 6A വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഇന്നലെ വരെ നോക്കുമ്പോൾ ഏകദേശം ഒരു 8 ലക്ഷത്തോളം ആൾക്കാർ ഓൾറെഡി ഫോം 6A കൊടുത്തിട്ടുണ്ട്. ഇന്ന് കൂടുതൽ അത് ആൾക്കാർ മുമ്പോട്ട് വന്നിട്ടത് ഫോം 6A തരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് അടക്കം അവർ സജീവമായിട്ട് പുതിയ വോട്ടേഴ്സിന് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ പുതിയ വോട്ടേഴ്സിന് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നല്ല ശതമാനം നമുക്ക് വർധനം ഫോം 6A ഉണ്ടാവുമെന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല, ആ കാറ്റഗറിയിൽ അടക്കം ഇപ്പോൾ ആൾക്കാർ മുമ്പോട്ട് വരുന്നുണ്ട്. താങ്കളെല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്സ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സഹായത്തോടു കൂടി കൂടുതൽ ഒരു ബോധവൽക്കരണം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. പിന്നെ വോട്ടിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരുടെ ഇടയിൽ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് പിന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ നിലയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലെ ഫോം 6A കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.